ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഗ്രാമത്തിലുള്ളവർക്ക് അന്ന് സന്തോഷത്തിന്റെ ദിവസമായിരുന്നു. അനേക നാളത്തെ അവരുടെ ആഗ്രഹം അന്ന് പൂർത്തീകരിക്കപ്പെട്ടു. ഒട്ടനവധി സമരങ്ങളുടെയും എണ്ണമില്ലാത്ത നിവേദനങ്ങളുടെയും ഫലമായാണ് ഗ്രാമത്തിൽ വൈദ്യുതി എത്തിയത്. അതുവരെ എന്നും വിളക്കുകൾ മാത്രം പതിവായവർക്ക് വീടുകളിൽ വൈദ്യുതി കിട്ടുക എന്നത് ഏറ്റവും സന്തോഷകരമായ ദിവസമാണല്ലോ. ഒരു മാസം കഴിഞ്ഞപ്പോൾ വൈദ്യുതിയുടെ മീറ്റർ റീഡിംഗ് എടുക്കുന്ന ഉദ്യോഗസ്ഥനെത്തി എല്ലാ വീടുകളിലെയും റീഡിംഗ് എടുത്ത് ഉപയോഗിച്ച വൈദ്യുതിയുടെ പണം വാങ്ങുകയാണ്. ഒരു വീട്ടിലെത്തിയപ്പോൾ വൃദ്ധയായ ഒരു സ്ത്രീ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. മറ്റു വീടുകളിൽ നിന്ന് വ്യത്യസ്തമായി അവിടെ ഒട്ടും തന്നെ വൈദ്യുതി ഉപയോഗം ഉണ്ടായിരുന്നില്ല. റീഡിംഗ് അളക്കാൻ വന്ന ഉദ്യോഗസ്ഥൻ ആ മാതാവിനോട് ചോദിച്ചു, ഇവിടെ വൈദ്യുതി ഉപകരണങ്ങളൊന്നുമില്ലേ? റീഡിംഗ് വളരെ കുറവാണല്ലോ. ആ സ്ത്രീ പറഞ്ഞു, ഉണ്ട്, എല്ലാ മുറികളിലും ബൾബുകളുണ്ട്. ഉദ്യോഗസ്ഥന് സംശയമായി, പിന്നെ എന്താണ് റീഡിംഗ് ഇത്ര കുറവായിരിക്കുന്നത്? അയാൾ ബൾബുകളുടെ ഉപയോഗത്തെക്കുറിച്ച് അവരോട് ചോദിച്ചു. ആ സ്ത്രീ പറഞ്ഞു, ഇന്ന് വൈകുന്നേരം ഇരുട്ടാകുമ്പോൾ ഞാൻ ബൾബുകൾ തെളിയിച്ച് തീപ്പെട്ടിയും വിളക്കും കണ്ടെത്തും. പിന്നെ ആ വിളക്ക് കത്തിച്ചു വെച്ചതിന് ശേഷം ബൾബുകളെല്ലാം ഓഫാക്കും. അത്രയും മാത്രമേ ഞാൻ വൈദ്യുതി ഉപയോഗിക്കുന്നുള്ളൂ. നമ്മുടെയൊക്കെ പലരുടെയും ജീവിതം ഇതുപോലാണ്. ജീവിതം മുഴുവൻ പ്രകാശിപ്പിക്കാൻ ആവശ്യമായ പ്രകാശം കൂടെ ഉണ്ടായിട്ടും അത് ഉപയോഗിക്കാതെ താൽക്കാലികമായ പ്രകാശത്തിന് പിന്നാലെ പോകുന്നവരായിരിക്കുന്നു പലരും. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3:19 പറയുന്നു, വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചു. സത്യപ്രകാശമായ ക്രിസ്തു കൂടെ ഉണ്ടായിട്ടും ഇരുട്ടിന്റെ പിന്നാലെ പോകുന്നവർക്കുണ്ടാകുന്ന ന്യായവിധിയെക്കുറിച്ചാണ് ഇവിടെ ക്രിസ്തു പറയുന്നത്. താൽക്കാലികമായ സന്തോഷങ്ങൾക്കും സൗഭാഗ്യങ്ങൾക്കും വേണ്ടി നിത്യമായ ആനന്ദത്തെയും സ്വർഗീയമായ സൗഭാഗ്യത്തെയും ഉപേക്ഷിച്ച് കളയാതിരിക്കുക. വൈദ്യുതി ഉപയോഗിക്കാതെ വിളക്കിന് പിന്നാലെ പോകുന്ന സ്ത്രീയെ പോലെ ആകാതിരിക്കാൻ കൂടെയുള്ള ക്രിസ്തുവിനെ ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു. മാറ്റി നിർത്തപ്പെടാനല്ല, കൂടെ ചേർത്ത് നിർത്തപ്പെടാൻ വേണ്ടിയാണ് ഈ ലോകത്തിലേക്ക് ക്രിസ്തു മനുഷ്യാവതാരം ചെയ്തു വന്നത്. ഇരുട്ടിന്റെ പിന്നാലെ പോകുന്നവരുടെ ജീവിതവും എപ്പോഴും ഇരുട്ടിലായിരിക്കും. എന്നാൽ പ്രകാശത്തിൽ വസിക്കുന്നവരുടെ ജീവിതം പ്രകാശപൂരിതമായിരിക്കും. കൂടെയുള്ള ക്രിസ്തുവിനോടുകൂടെ ജീവിച്ച് ജീവിതം പ്രകാശപൂരിതമാക്കാം. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ജീവിതത്തോണിയിൽ ഭാരങ്ങളേറുമ്പോൾ അമരത്തു നീ വന്നിടേണേ. കാറ്റിലും കോളിലും ജീവനുലയുമ്പോൾ വലംകരം നീട്ടേണേ നാഥ. കാറ്റിലും കോളിലും ജീവനുലയുമ്പോൾ വലംകരം നീട്ടേണേ നാഥ. വരനിരയാലെന്നാത്മാവിൽ ഒളിവിതറു നാഥ. തിരുമുമ്പിൽ തെളിയുന്ന തിരിയായി മാറ്റൂ. വരനിരയാലെന്നാത്മാവിൽ ഒളിവിതറു നാഥ. തിരുമുമ്പിൽ തെളിയുന്ന തിരിയായി മാറ്റൂ. പ്രകാശം തേടുന്നു ഞാൻ, പ്രസാദം തേടുന്നു ഞാൻ. പ്രണവം ചൊല്ലുന്നു മുന്നിൽ പ്രപഞ്ചനാഥ.